എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരു കാലാവസ്ഥയാണ് അല്ലെങ്കിൽ കാലമാണ് കേട്ടോ മഴക്കാലം എന്ന് പറയുന്നത്. കാരണം മഴക്കാലം തരുന്ന ഒരു സുഖമുണ്ട്. നല്ല സുഖമായിട്ട് പുതച്ച് മൂടി കിടന്നുറങ്ങാൻ പറ്റണ ഇത്രയും നല്ലൊരു കാലാവസ്ഥ വേറെ ഉണ്ടാവുമോ? ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ അത്യാവശ്യം നല്ല മഴയുണ്ട് കേട്ടോ. മഴ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. അപ്പം തന്നെ ഞാനിതാ കുടയൊക്കെ എടുത്തിട്ട് ഒന്ന് മഴയത്ത് കളിക്കാമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷേ ഈ ഒരു ഇറക്കത്തിന് മറ്റൊരു കാരണം കൂടി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റബ്ബിഷും റീസൈക്കിളൊക്കെ രാവിലെ പോയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ബിന്നെടുത്തിട്ട് ഉള്ളിലേക്ക് വെക്കുക എന്നുള്ള ഒരു പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ ഒരു 2 ആഴ്ച മുന്നേ ഇവിടെ നല്ല രീതിയിലുള്ള ഭീതിജനകമായിട്ടുള്ള മഴയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ചുഴലിക്കാറ്റൊക്കെ വന്നു. ഇവിടെ നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. അതിൻ്റെ കുറേ അലേർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ നിപ്പയും കൊറോണയും അതിൻ്റെ ഒപ്പം 2018 വെള്ളപ്പൊക്കമൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള നമ്മളോട് ഇവർ ഈ ചെറിയ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുണ്ടോ പേടിക്കണു? പക്ഷേ ഞാൻ ശരിക്കും പേടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും മഴയൊക്കെ അല്ലേ, ഇപ്പം രാവിലെ ഒന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കാം എന്നും പറഞ്ഞിട്ട് ഇറങ്ങിയതാട്ടോ. മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഏതാണ്ട് ഒരു 9:30 മണിയായിട്ടുണ്ട്. മിക്കവാറും ആളുകളൊന്നും എണീറ്റിട്ടൊന്നുമില്ല, ആരെയും പുറത്തൊന്നും കാണാനില്ല. എന്തായാലും ഞാൻ വിചാരിച്ചു നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ചെറിയൊരു വാട്ടർ ഫ്രണ്ടേജ് ഉണ്ട്, കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്, ഒരു ലേക്ക് പോലെ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അവിടേക്ക് ഒന്ന് പോയിട്ട് വെള്ളം പൊന്തിയിട്ടുണ്ടോ എന്താണ് അവസ്ഥ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പോയി. ഇപ്പം ഞാനിവിടെ ആദ്യമായിട്ട് ന്യൂസിലൻഡിൽ വന്നിട്ടുള്ള വർഷം ഇതുപോലെ ഒരുപാട് മഴ പെയ്തിട്ട് കുറേ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇതുപോലെ മഴ പെയ്യുമ്പോൾ എനിക്കെപ്പോഴും ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഈ ഒരു വെള്ളം ഈ ഒരു വാട്ടർ ഫ്രണ്ടേജ് ഫ്രണ്ടിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയൊക്കെ ഇതിൻ്റെ അപ്പുറത്തുള്ള റോഡിലാണ് കേട്ടോ നമ്മൾ പാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുലർച്ചെ ഒരു 2:30-3 മണിക്കൊക്കെ നന്നായിട്ട് മഴ പെയ്യുമ്പോൾ എനിക്ക് പേടിയാവും, വെള്ളം കയറിയിട്ടുണ്ടാവുമോ, വെള്ളം ഉള്ളിലേക്ക് വരുമോ എന്നൊക്കെ. കാരണം നമ്മൾ ഈ 2018 വെള്ളപ്പൊക്കമൊക്കെ കണ്ടിട്ടല്ലേ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ, വെള്ളം പൊന്തിയിട്ടുണ്ടോ, നമ്മുടെ വീടിൻ്റെ ഉമ്മർത്തിക്കെങ്ങാനും വെള്ളം വന്നിട്ടുണ്ടോ എന്നൊക്കെ. പക്ഷേ അങ്ങനത്തെ കഥകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം എനിക്ക് മഴ പെയ്യുക പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ചിലപ്പോൾ എനിക്ക് ഈ മഴക്കാലത്തിനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയായിരിക്കും ന്യൂസിലൻഡിലേക്ക് എനിക്ക് ജീവിക്കാൻ വരാൻ പറ്റിയതെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇവിടെ ഏറ്റവും അധികം ഉള്ളത് മഴയാണ്. പക്ഷെ മഴ പെയ്ത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വെള്ളം മുഴുവനും വറ്റിയിട്ട് നല്ല വെയിലും വരും. അപ്പം നമുക്ക് തോന്നും ഈ സ്ഥലത്ത് തന്നെയാണോ ഇപ്പോൾ മഴ പെയ്തിട്ടുണ്ടായിരുന്നതെന്ന്. പക്ഷേ ഇതാ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് 2-3 ദിവസമായിട്ട് അടുപ്പിച്ച് നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു മഴയത്ത് ഇങ്ങനെ കുടയൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അങ്ങനെ ഇങ്ങനെയൊന്നും ഇടിവെട്ടലൊന്നുമില്ല. പിന്നെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര ധൈര്യത്തിൽ കുടയും പിടിച്ച് രാവിലെ തന്നെ തെണ്ടി തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ നല്ല ചൂടാന്നൊക്കെ പറഞ്ഞു, പെട്ടെന്ന് തന്നെ നല്ല മഴയൊക്കെ പെയ്ത് എല്ലാവർക്കും നല്ല തണുപ്പാവട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ കഥ അത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, പിന്നെ കാണാട്ടോ.